അടുത്ത നമ്മുടെ ആറാമത്തെ ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മാഗ്നറ്റിസം കഴിഞ്ഞ് നാച്ചുറൽ മാഗ്നറ്റായി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഹൗ ഇലക്ട്രിസിറ്റി ക്യാൻ ബി ഇൻഡ്യൂസ്ഡ് ഓർ ഡെവലപ്ഡ് ഫ്രം മാഗ്നറ്റിക് എഫക്റ്റ്, അതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അതിൽ നമുക്ക് 2-3 പോയിൻ്റാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ലെൻസസ് ലോ അതിൻ്റെ കൂടെ വരുന്നതാണ്, ദെൻ എഡ്ഡി കറണ്ട്, ദെൻ ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഇത്രയും പോർഷനാകുമ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അത് കുഞ്ഞൊരു ചാപ്റ്ററാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ തീരും. ഫാരഡേക്ക് 2 ലോ ഉണ്ട്. ഫാരഡേയുടെ 2 ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ പറയുന്നുണ്ട്. ദെൻ അതിൽ വരുന്ന ഇക്വേഷൻ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു dϕ/dt, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ്. ഒരു കണ്ടക്ടറുമായി അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിനൊരു EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടുകയും ആ ഇൻഡ്യൂസ്ഡ് EMF ഫ്ലക്സ് ചേഞ്ച് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഇൻഡ്യൂസ്ഡ് EMF അതിൽ സസ്റ്റെയിൻ ചെയ്യും, നിലനിൽക്കും. അതാണ് ഫാരഡേയുടെ 2 ലോ പറയുന്നത്. ദെൻ ഫസ്റ്റ് ലായുടെ സെക്കൻഡ് ലായുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഓർത്തിരിക്കണം. ദെൻ എൻ്റെ ഇക്വേഷൻ ഈസ് ഈക്വൽ ടു dϕ/dt. പിന്നെ അതിൽ ലെൻസസ് ലായും കൂടെ വരുന്നുണ്ട്. ലെൻസ് കൊണ്ടുവന്നൊരു കറക്ഷൻ ഉണ്ട്. ഈ EMF ഇൻഡ്യൂസ്ഡ് EMF ഓൾവേസ് ഓപ്പോസസ് ദി കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെൻസ് പറഞ്ഞിട്ട് E is equal to minus dϕ/dt എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതാണ് ഫൈനൽ ഇക്വേഷൻ യഥാർത്ഥത്തിൽ ഇതിൻ്റെ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ലോയുടെ ഫൈനൽ ഇക്വേഷൻ. സോ ഫാരഡേയുടെ 2 ലോ, ഒരു ലെൻസിൻ്റെ ലോ. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഫാരഡേ ചെയ്ത എക്സ്പെരിമെൻറ്റ്സ് പറഞ്ഞിട്ടുണ്ട്. അത് മറക്കാതെ ഒന്ന് വായിച്ചു വെച്ചേക്കണം. ഫാരഡേയുടെ എക്സ്പെരിമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് ചിലപ്പോൾ 1-2 മാർക്കിന് ചോദിച്ചാലായി. അത് കഴിഞ്ഞിട്ട് മോഷണൽ EMF എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ v വെലോസിറ്റിയിൽ v മാഗ്നറ്റിക് ഫീൽഡിൽ കൂടി മൂവ് ചെയ്താൽ ആ കണ്ടക്ടർ ഡെവലപ്പ് ചെയ്യുന്ന മോഷണൽ EMF, മൂവ് ചെയ്തത് കൊണ്ടുണ്ടായ EMF ഇൻഡ്യൂസ്ഡ് EMF. അതിനൊരു ഇക്വേഷൻ E is equal to BLV. മോഷണൽ EMFന് 2 കേസ് പറയുന്നു. ഒരു കണ്ടക്ടർ ഹൊറിസോണ്ടലി മൂവ് ചെയ്യുമ്പോഴുള്ള EMF-ഉം then ഒരു കണ്ടക്ടിങ് പീസ് സർക്കുലർ മോഷൻ നടത്തുമ്പോഴുള്ള ഒരു EMF-ഉം. അത് ½ അത് അവിടെ B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ്, R എന്ന് പറയുന്ന റേഡിയസ്, സർക്കുലർ മോഷൻ, എത്ര റേഡിയസ് ഉള്ള സർക്കിളിൽ കൂടിയാണ് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് R. ദെൻ ഒമേഗ ആംഗുലർ വെലോസിറ്റി, നമ്മൾ സർക്കുലർ മോഷനിൽ പഠിച്ചിട്ടുള്ള ആംഗുലർ വെലോസിറ്റി ½ അടുത്ത വരുന്നൊരു പോർഷനാണ് എഡ്ഡി കറണ്ട് എന്ന് പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് ബൾക്കി ആയിട്ടുള്ള ഒരു സോളിഡ് മെറ്റീരിയൽ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് മൂവ് ചെയ്താൽ ഉണ്ടാവുന്ന ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ബട്ട് ആ ഒരു സോളിഡ് മെറ്റീരിയൽ എക്സ്റ്റേണൽ സർക്യൂട്ട്, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഒന്നുമില്ല, ആ മെറ്റീരിയൽ സോളിഡ് മാസിനകത്ത് കറണ്ട് എന്ത് ചെയ്യും, വേളി ഇങ്ങനെ കിടന്ന് ചുറ്റും. അതിനെ പറയും എഡ്ഡി കറണ്ട് എന്ന് പറയും. എഡ്ഡി കറണ്ടിൻ്റെ കുറച്ച് ആപ്ലിക്കേഷനും അതിൻ്റെ ലോസും വരുന്നൊരു പോർഷനുണ്ട്, എഡ്ഡി കറണ്ട്സ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. എഡ്ഡി കറണ്ട് എന്നൊരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദെൻ ഇൻഡക്റ്റൻസ്, അതായത് കോയിലുണ്ടാവുന്ന ഇൻഡക്റ്റൻസ് എത്രയാണ്. അതിൽ ഒരു കോയിലാണെങ്കിൽ അതിന് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടേം വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും. 2 കോയിൽ അടുത്തടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അപ്പോൾ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഓഫ് ബിറ്റ്വീൻ 2 സോളിനോയിഡ്സ്. ഇത്രയുമാണ് അതിൽ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിന് ഒരു ഇക്വേഷൻ ഉണ്ട്, μ0 n²A/L. സെൽഫ് ഇൻഡക്ഷൻ ഓഫ് എ കോയിൽ, μ0 പെർമിയബിലിറ്റി, n നമ്പർ ഓഫ് ടേൺസ്, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, L ലെങ്ത്, μ0 n²A/L. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ 2 കോയിൽ വരും ഞാൻ പറഞ്ഞു. അപ്പോൾ μ0 n1 n2A/L. 2 കോയിലിന് ആക്സിൽ കോയിലാണ്. ഒരു ആക്സിസിൽ തന്നെ, ഒരു കോറിൽ തന്നെ 2 കോയിൽ ചുറ്റി വെച്ചേക്കും. എന്നോടെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കോയിലിൻ്റെ നമ്പർ ഓഫ് ടേൺസ്, n2 രണ്ടാമത്തെ കോയിലിൻ്റെ സം നമ്പർ ഓഫ് ടേൺസ്. സോ μ0 n1 n2A/L എന്ന് പറയുന്നത് മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷനാണ്. ദെൻ സെൽഫ് ഇൻഡക്റ്റൻസും മ്യൂച്വൽ ഇൻഡക്റ്റൻസും കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് ചെറുതായിട്ട് പറയുന്നുണ്ട്. ട്രാൻസ്ഫോമർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്റർ പഠിക്കും. ട്രാൻസ്ഫോമർ ഉണ്ട്, 2 കോയിൽ വെച്ചിട്ടുള്ള ഒരു ഡിവൈസാണ്. വോൾട്ടേജ് റെഗുലേഷൻ, വോൾട്ടേജ് അപ്പും ഡൗണും ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. അടുത്ത ഇതിൽ വരുന്ന ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്, AC ജനറേറ്റർ, അതായത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ. ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ നമ്മൾ ലൈഫിൽ എന്തിനാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ആ ഒരു ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ ആൻഡ് അതിൻ്റെ വൈഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അപ്പോൾ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്ററിൻ്റെ വർക്കിങ്ങും ദെൻ അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ് പ്രിൻസിപ്പിൾ, I is equal to I0 sin ωt എന്ന് പറയുന്ന ഇക്വേഷൻ. അത്രയും നമുക്ക് എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൽ കിട്ടണം. I എന്ന് പറയുന്നത്
ടീക്ക് അനുസരിച്ച് വേരി ചെയ്യുന്ന സൈൻ കർവ് പോലെ വേരി ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്ററും അതിൻ്റെ ആ തിയറിയും എങ്ങനെയാണ് I0 അനാലിസിസും നമ്മൾ എടുക്കണം. അൾജിബ്രൈക്കിൽ നമുക്ക് എങ്ങനെ I0 സൈൻ ഒമേഗ ടി കിട്ടും, റൊട്ടേഷൻ ഓരോ റൊട്ടേഷൻ മാറുന്ന അനുസരിച്ച് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറി ഒരു സൈൻ കർവ് പോലെ നമുക്ക് കറണ്ടും EMFും ടൈമും അല്ലെങ്കിൽ കറണ്ടും ടൈമും തമ്മിലുള്ള ഒരു റിലേഷൻ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കിട്ടുമെന്നുള്ളതോടുകൂടി ഇത് ആൾട്ടർനേറ്റീവ് കറണ്ട് ജനറേറ്റ് ഫിനിഷ്ഡായി. സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഈസ് ഓവർ. സോ പ്രീവിയസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ നമ്മൾ കണ്ടതാണ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ. സോ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്ററിൽ നമുക്ക് ആൾട്ടർനേറ്റിംഗ് കറണ്ട് കിട്ടി. ഇപ്പോൾ ഇവിടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന അടുത്ത ചാപ്റ്റർ. ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് LCR. നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവുന്നുണ്ട്, ഞാൻ പറയാൻ എനിക്ക് ഓർമ്മ വരും. LCR സീരീസ് സർക്യൂട്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതിൽ നമ്മൾ ബിഗിനിങ്ങിൽ നമ്മൾ RMS വാല്യൂ ഓഫ് AC, പീക്ക് വാല്യൂ ഓഫ് AC, ആവറേജ് വാല്യൂ ഓഫ് AC, റിയാക്റ്റൻസ് അങ്ങനെയുള്ള കുറച്ച് ടേംസ് പഠിക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് നോക്കിയേക്കണം. ദെൻ ഈ ആൾട്ടർനേറ്റിംഗ് കറണ്ട് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടും ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടും കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടും കണക്ട് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യും, എങ്ങനെയാണ് അതിൻ്റെ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ കമ്പോണൻറ്റിന് അക്രോസ് ആയിട്ട് സെപ്പറേറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതും ഈ കമ്പോണൻറ്റ് മൂന്നും കൂടെ ഒരുമിച്ച് വെച്ചാൽ LCR സീരീസ് എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് നമുക്ക് കിട്ടും. ഈ LCR സീരീസ് സർക്യൂട്ടിൽ ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൊടുത്താൽ എങ്ങനെയൊക്കെ ഈ കമ്പോണൻറ്റ്സ് അതിനെ റിയാക്ട് ചെയ്യും, എങ്ങനെയൊക്കെ അതിന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും, എന്തായിരിക്കും വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ, അതാണ് നമ്മുടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ജനറേറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും കോർ പോർഷൻ എന്ന് പറയുന്നത്. സോ അതിൽ ഓർക്കാനുള്ളത് റെസിസ്റ്റൻസിൽ കൂടെ ആൾട്ടർനേറ്റിംഗ് കറണ്ട് പോകുമ്പോൾ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലായിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. I0 സൈൻ ഒമേഗ ടിയും V0 സൈൻ ഒമേഗ ടി ആയിരിക്കും. ഇനി കപ്പാസിറ്ററിൽ കൂടി ആൾട്ടർനേറ്റിംഗ് കറണ്ട് പോകുമ്പോൾ ഓർത്തിരിക്കണം, കപ്പാസിറ്ററിൽ കൂടി ആൾട്ടർനേറ്റിംഗ് കറണ്ട് പോകുമ്പോൾ കറണ്ട് ലീഡ്സ് ബൈ π/2. അതായത് കറണ്ട് അവിടെ എന്ത് ചെയ്യും, π/2 ആംഗിൾ ലീഡ് ചെയ്യും, EMF ലാഗ് ചെയ്യും. കപ്പാസിറ്ററിൽ കൂടെ പോകുമ്പോൾ കറണ്ട് ലീഡ് ചെയ്യും, ദെൻ ഇൻഡക്ടറിൽ കൂടെ പോകുമ്പോൾ കറണ്ട് ലാഗ് ചെയ്യും. അതാണ് കറണ്ട് ആൾട്ടർനേറ്റീവ് കറണ്ട് ഈ രണ്ട് കമ്പോണൻറ്റിലൂടെ പോകുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഇതിന് മൂന്നെണ്ണത്തിനെ കൂടെ ഒരുമിപ്പിച്ച് വെച്ചാൽ LCRൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ഉണ്ട്. റെസണൻസ്, LCRൻ്റെ റെസണൻസും LCRൻ്റെ ഇമ്പിഡൻസും. റെസണൻസ് ഇമ്പിഡൻസ് എന്ന് വെച്ചാൽ Z = √R² + XL - XC the whole square. അതാണ് ഇമ്പിഡൻസിൻ്റെ ഇക്വേഷൻ. ഇമ്പിഡൻസിൽ XL = XC ആവുമ്പോൾ ഇറ്റ് ബിക്കംസ് പ്യുവർലി റെസിസ്റ്റൻസ് ആവും. അതാണ് എന്തെന്ന് പറയുന്നത്, റെസണൻസ് എന്ന് പറയുന്നത്. റെസണൻസിന് ഒരു പർട്ടിക്കുലർ കണ്ടീഷനുണ്ട്, XL = XC. അപ്പോൾ ഉള്ള ഫ്രീക്വൻസി റെസണൻസ് ഫ്രീക്വൻസി ഉണ്ട്. ദെൻ LCR സർക്യൂട്ടിലെ ഓരോ കമ്പോണൻറ്റും എങ്ങനെ ആണ് ആൾട്ടർനേറ്റിംഗ് കറണ്ടിന് എഗൻസ്റ്റ് ആയിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്റർ എന്നുള്ള പോർഷൻ എന്ന് പറയുന്നത്. ഈ ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്, പ്രോബ്ലവും വരാറുണ്ട്. അടുത്ത ഇതിൻ്റെ കൂടെ LCRൻ്റെ കൂടെ വരുന്ന അടുത്തൊരു പോർഷനാണ്. ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞപ്പോൾ പറഞ്ഞു ട്രാൻസ്ഫോമേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുമെന്ന് പറഞ്ഞു. ട്രാൻസ്ഫോമേഴ്സ് ആർ ഡിവൈസസ് വിച്ച് യൂസ്ഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് കറണ്ട്. ട്രാൻസ്ഫോമറിൽ നമ്മുടെ മ്യൂച്വൽ ഇൻഡക്ഷനാണ് പ്രിൻസിപ്പിൾ. 2 കോയിൽ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം പ്രൈമറിയും അടുത്ത സെക്കൻഡറി എന്ന് പറയും. പ്രൈമറിയിൽ നമ്മൾ AC ഇൻപുട്ട് കൊടുക്കും, ദെൻ സെക്കൻഡറിയിൽ നിന്ന് AC ഔട്ട്പുട്ട് എടുക്കാൻ ചെയ്യുന്നത്. അതിൽ പ്രൈമറിനേക്കാൾ വോൾട്ടേജ് കൂട്ടിയാണ് സെക്കൻഡറി കിട്ടുന്നതെങ്കിൽ അതിന് സ്റ്റെപ്പ് അപ്പ് എന്നും, പ്രൈമറിനേക്കാൾ വോൾട്ടേജ് കുറഞ്ഞാണ് കിട്ടുന്നതെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറയും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ റേഷ്യോ ഉണ്ട്. NS/NP = VS/VP = IP/IS. ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽ സോൾവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ട്രാൻസ്ഫോമർ തിയറി ക്വസ്റ്റൻ ആയിട്ട് വരാറുണ്ട്. വാട്ട് ഈസ് എ ട്രാൻസ്ഫോമർ, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, മ്യൂച്വൽ ഇൻഡക്ഷനാണ്, മറന്നു പോകരുത്. ദെൻ കൺസ്ട്രക്ഷൻ വർക്കിംഗ് എഴുതി, സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ എഴുതി ഒരു 3 മാർക്കിൻ്റെ ലോങ് ആൻസർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയയാണ് ട്രാൻസ്ഫോമർ നോക്കാൻ വിട്ടുപോകരുത്. സോ ആൾട്ടർനേറ്റിംഗ് കറണ്ടിൽ ഹൗ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ബിഹേവ്സ് ടുവേർഡ്സ് LCR സീരീസ് സർക്യൂട്ട്. L only, C only, R only. ഇൻഡക്ടറും കപ്പാസിറ്ററും റെസിസ്റ്ററും മാത്രം വെച്ചാൽ എങ്ങനെ ബിഹേവ് ചെയ്യും, ഇവർ കമ്പൈൻ ചെയ്ത് വെച്ചാൽ എങ്ങനെ ബിഹേവ് ചെയ്യും, പിന്നെ അതിൻ്റെ ഇമ്പിഡൻസും റെസണൻസും അതിൻ്റെ ഫേസർ ഡയഗ്രം ഉണ്ട്, അത് മറന്നു പോകരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫേസർ ഡയഗ്രാം. അടുത്ത ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, EM വേവ്സ്. EM വേവ്സിൽ കുഞ്ഞൊരു ചാപ്റ്ററാണ്. EM വേവ്സിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണെന്ന് നമുക്ക് പഠിക്കണം. അതായത് നമ്മളൊരു ചാർജിങ് കപ്പാസിറ്റർ എടുത്താൽ കപ്പാസിറ്റർ പ്ലേറ്റുകൾക്കിടയ്ക്ക്
ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് മാക്സ്വെൽ ആണ്. ആംബിയർ സർക്യൂട്ടൽ ലായുടെ കറക്ഷൻ ചെയ്യാൻ വേണ്ടി മാക്സ്വെൽ കൊണ്ടുവന്നൊരു ടേമാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്നത്. സോ മാക്സ്വെൽസ് കറക്ഷൻ ഓഫ് ആംബിയേഴ്സ് ഇക്വേഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഐ എന്ന് മാത്രമായിരുന്നു ആംബിയർ കൊടുത്തിരുന്നത്. അതിനെ കറക്റ്റ് ചെയ്ത് മാക്സ്വെൽ ഇങ്ങനെ എഴുതി ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ സീറോ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഐ സി പ്ലസ് ഐ ഡി. ആംബിയർ കൊടുത്തിരുന്ന ഐ സി കണ്ടക്ഷൻ കറണ്ട് മാത്രമായിരുന്നു. അതിൻ്റെ കൂടെ ഐ സി പ്ലസ് ഐ ഡി എന്ന് ബ്രാക്കറ്റിനകത്ത് ചേർത്ത് മ്യൂ സീറോ ഇൻറ്റു ഐ സി പ്ലസ് ഐ ഡി എന്നാക്കി മാറ്റി ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ എന്ന് പറയുന്നത്. സോ മാക്സ്വെൽസ് കറക്ഷൻ ഓഫ് ആംബിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റും കൂടെ ചേർത്തിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഐ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. അത് മറന്നു പോകരുത് കേട്ടോ. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഒരു ഇക്വേഷൻ ഐ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻറ്റു ഡി ഫൈവ് ബൈ ഡി ടി. ഇത്രയുമാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടിൻ്റെ ഏരിയ വരുന്നത്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യും? നമ്മൾ കണ്ടു, ഒരു സ്റ്റാറ്റിക് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും, മൂവിങ് ചാർജ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും, ആക്സിലറേറ്റിംഗ് ചാർജ് ഉണ്ടാക്കുന്നതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആക്സിലറേറ്റിംഗ് ചാർജസ്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് പറയുന്നുണ്ട്, ഹെഡ്സ് എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. LC ഓസിലേറ്റർ വെച്ചിട്ടാണ് സാധാരണ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹെഡ്സ് എക്സ്പെരിമെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നോക്കാനുള്ള LIM വേവ്സും, ആൽഫ, ഗാമ, അൾട്രാ വയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്, നമ്മുടെ മൈക്രോവേവ്സ്, ഇതെല്ലാം തന്നെ ആ ഒരു പർട്ടിക്കുലർ ഓർഡറിൽ നമുക്കറിയാം. വിബ്ജിയോർ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് ആണ്. ആ വേവ് ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ തന്നെ നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം അറേഞ്ച് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നോക്കിക്കണം. അതിൽ ഓരോ റേഡിയേഷൻസിൻ്റെ യൂസ് ഉണ്ട്, അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പ്രൊഡക്ഷനും യൂസും കൃത്യമായി നോക്കിയിരിക്കണം. അതിൽ നിന്ന് നമുക്കൊരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. EM വേവ്സിൽ നിന്ന് ടോട്ടൽ 2-3 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ വരാറുള്ളൂ. കുഞ്ഞിനൊരു ചാപ്റ്ററാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൽ നമ്മൾ നോക്കാനുള്ളത് ആംബിയേഴ്സ് ഇക്വേഷനെ മാക്സ്വെൽ എങ്ങനെ കറക്റ്റ് ചെയ്തു, മാക്സ്വെൽസ് കറക്ഷൻ ഓഫ് ആംബിയേഴ്സ് ഇക്വേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ പ്രൊഡക്ഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് സ്പെക്ട്രം, സണ്ണിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള റേഡിയേഷൻസ്, ആ റേഡിയേഷൻസിൻ്റെ സോഴ്സസ് എങ്ങനെ അതിനെ പ്രൊഡ്യൂസ് ചെയ്യാം, അതിൻ്റെ യൂസസ്. ഇത്രയാകുമ്പോൾ ഈ കുഞ്ഞൻ ചാപ്റ്റർ തീരും.